ആമുഖമായി പറയട്ടെ, എനിക്ക് വരരുതെന്ന് ആഗ്രഹമുള്ള ഒരു അസുഖം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയബറ്റീസ് ആണ്. എനിക്കും ഇഷ്ടമാണ് ഒരു ഐസ്ക്രീം കഴിക്കാനും, ഇവിടെയാണ് വെച്ചാൽ കുനാഫ, പിന്നെ കേക്ക്, ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഡയബറ്റീസ് വന്നാൽ ഇതൊന്നും ഒരു പരിധി വരെ നടക്കില്ല. നമ്മുടെ ജീവിതം അതനുസരിച്ചിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഡയബറ്റീസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഇസ് നോട്ട് ക്യൂറബിൾ, ഇറ്റ് ഈസ് ട്രീറ്റബിൾ. ഡയബറ്റീസിനെ നമുക്ക് ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ചികിത്സിച്ച് അതിനെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണത്തിലും ചിട്ടയായ വ്യായാമത്തിലും മരുന്നിലും ഇൻസുലിനിലും പോവുക എന്നുള്ളത് മാത്രമാണ് ഡയബറ്റീസ് വന്നാൽ നമ്മുടെ മുന്നിലുള്ള ഏക വഴി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണത്തുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഈസ് നോട്ട് പോസിബിൾ, അത് നമുക്ക് നടക്കില്ല. പക്ഷേ എങ്കിലും ഒരു ചിട്ടയായ ഇതിലൂടെ നേരത്തെ ഡോക്ടർ സമദ് പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും ഡയബറ്റീസ്. അതാണ് നമുക്ക് അതിൽ മോർ ഇമ്പോർട്ടൻറ്റ്. ഡയബറ്റീസ് ചികിത്സ മാറ്റാൻ പറ്റില്ല. അത് ഡയബറ്റീസ് ക്യൂറിങ് ഡയബറ്റീസ് എന്ന് പറയുന്ന സാധനം ഉള്ള കോൺസെപ്റ്റ് ഉണ്ട്. കാരണം ഈ ഒബിസിറ്റി അങ്ങനത്തെ ചില ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. പക്ഷേ എങ്കിലും മിക്കവാറും ആൾക്കാർക്ക് ഡയബറ്റീസ് നമുക്ക് ചികിത്സിച്ച് പ്രമേഹം മാറ്റാൻ പറ്റുന്നൊരു അസുഖമല്ല. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പം ഞാൻ കാർഡിയോളജി, ഹാർട്ടിൻ്റെ വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. കിഡ്നി സംബന്ധമായിട്ടുള്ള ആളുണ്ട്, ഡയബറ്റോളജിസ്റ്റ് ഉണ്ട്, വാസ്കുലർ സർജറി ഉണ്ട്. ഞാൻ രാവിലെ ജാസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ജാസിർ പറയണമെന്ന്, സാർ ഇവിടെ ഡോക്ടർ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, ഇനി 3-4 സ്പെഷ്യാലിറ്റി കൂടി വേണം. ശരിക്കും ന്യൂറോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം കാലിന് ഞരമ്പിനെ ബാധിക്കുന്നത് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. നാഡികൾ, അതേപോലെ നെഫ്രോളജി വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങൾ പലതും ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ കോമൺ സാധനങ്ങളാണ്. ഇപ്പോൾ ഡയബറ്റീസ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ബാധിക്കാത്ത അവയവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഡോക്ടർ സമദ് പറഞ്ഞ കറക്റ്റ് ഒരു വാക്കാണ് ഉപയോഗിച്ചത്, ഒരു പാക്കേജ്. അതായത് ഒറ്റയ്ക്കല്ല വരിക, അത് എല്ലാത്തിനെയും കൂടിയിട്ട് വരുന്നൊരു സാധനമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഒരു 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 പ്രശ്നം തന്നെയാണ് അത് വന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഒരു ഹാർട്ടിന് മാത്രമായിട്ട് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഡയബറ്റീസ് ഉള്ളവർക്കാണ് എപ്പോഴും ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെയുള്ള ഒരു സ്റ്റേജ് ഉണ്ട്, പ്രീ ഡയബറ്റീസ്. അതായത് ഡയബറ്റീസ് ആയിട്ടില്ല, പക്ഷേ ഡയബറ്റീസിലേക്ക് ചാടാനുള്ള ചാൻസ് ഉള്ള സ്റ്റേജ്. അപ്പം മുതൽ തന്നെ ഹാർട്ടിൻ്റെ റിസ്ക് ജാസ്തിയാവാണ്. പിന്നെ ശരിക്കും ഡയബറ്റീസോ അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോളില്ലാതായി കഴിഞ്ഞാൽ അത് 10 മടങ്ങ് ശക്തിയിൽ വീര്യത്തോടുകൂടി ഹാർട്ടിൻ്റെ എല്ലാവിധം പ്രവർത്തനത്തെയും അത് ബാധിച്ചു തുടങ്ങും. നിർഭാഗ്യവശാൽ പലപ്പോഴും എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഡയബറ്റീസിൻ്റെയോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെയോ മരണമാണ്, സഡൻ ഡെത്ത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, പ്രമേഹം ഉണ്ടോ ഇല്ലയോ, ചെറിയ ബ്രോഡർ ആയിരുന്നു എന്നൊക്കെ പറയും, പെട്ടെന്നുള്ള മരണം. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് പലപ്പോഴും നമ്മൾ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ ചെയ്യുമ്പോൾ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു മിഡിൽ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മാത്രമല്ല ഒരു ഹാർട്ടിൻ്റെ ഒരു ഹെൽത്തും കൂടി നോക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ വശം എന്താ വെച്ചാൽ നമുക്ക് ശരിക്കും ഇപ്പോൾ ഡയബറ്റീസ് ആയി എന്ന് കഴിഞ്ഞാൽ 2 വശമുണ്ട് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് സപ്പോസ് നിർഭാഗ്യവശാൽ ഇപ്പോൾ ഒരു ബ്ലോക്കോ മറ്റോ വന്നു എന്നുണ്ടെങ്കിൽ 2 വശമുണ്ട് ചികിത്സയ്ക്ക്. ഒന്ന് ഡയബറ്റീസ് കൃത്യമായി കൺട്രോൾ ചെയ്ത് പോവുക, രണ്ടാമത്തെ ഹാർട്ടിന് വശത്തുള്ള ട്രീറ്റ്മെൻറ്റ് വരും. ഇതിൽ ഇത് രണ്ടും എക്സ്ക്ലൂസീവ് അല്ല, ലൈക്ക് രണ്ടും സമാന്തരമായിട്ട് കൊണ്ടുപോകേണ്ട, ഈക്വൽ ആയിട്ടുള്ള ശ്രദ്ധ ചെലുത്തപ്പെടേണ്ട ഭാഗമാണ്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഗുളിയെല്ലാം കഴിക്കേണ്ടത് ഞാൻ ഡയബറ്റീസ് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. കാരണം ആ ആൻജിയോപ്ലാസ്റ്റിയും അല്ലെങ്കിൽ ബൈപ്പാസ് ഇതിലൊക്കെ വീണ്ടും ബ്ലോക്ക് പിടിക്കും. സിമിലർലി ഞാൻ ഡയബറ്റീസ് നോക്കുന്നുണ്ട് ഹാർട്ട് ചെയ്യാൻ നോക്കില്ല എന്ന് പറയുന്നതിലും അർത്ഥമില്ല. കാരണം വെച്ചാൽ ഡയബറ്റീസ് എത്ര കൺട്രോൾഡ് ആണെങ്കിലും വിത്ത് ടൈം അത് നമുക്ക് ബാക്കി അവയവങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലുമാണ്. അപ്പം രണ്ടും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാവുന്ന കാര്യമല്ല, രണ്ടും സമാന്തരമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡയബറ്റീസ് ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ അത് സാധാരണ ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാരെക്കാൾ കൂടുതൽ കാഠിന്യത്തോടുകൂടി വരും. ഹാർട്ടിന് സാധാരണ 3 രക്തക്കൊള്ളുണ്ട്. യൂഷ്വലി ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ 3 ബ്ലോക്ക് വരിക, പല സ്ഥലങ്ങളിൽ ബ്ലോക്ക് വരിക, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതിരിക്കുക, ബൈപ്പാസ് ചെയ്യേണ്ട ആവശ്യം വരിക. ഇനിയിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ കാൽഷ്യം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക, അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരിക. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത, ഇതെല്ലാം ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സമാന്തരമായി വളരെ സമചിത്തതയോടെ നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഡയബറ്റീസ് ഉള്ള പ്രമേഹം ഉള്ള ഹാർട്ടിൻ്റെ രോഗികൾക്ക് വേണ്ടത്. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ ടാഗ് ലൈൻ ഹോപ്പ്, ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ഫോർ എവരി വൺ ഡയബറ്റിക് എന്നാണ്. അത് വളരെ ആപ്റ്റാണ്. ഹീലിംഗ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിനെ ചികിത്സിക്കാം, പക്ഷേ ക്യൂറബിൾ അല്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ഒരു മിഥ്യാധാരണയാണ് ഡയബറ്റീസിനെ നമുക്ക് ചികിത്സിച്ച് ഇല്ലാതാക്കാന്നുള്ളത്. അത് പറ്റില്ല. നമുക്കതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ തച്ചിരുത്താം, അത് തലപൊന്തിക്കാതെ നോക്കാം, അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാം. ഹോപ്പ്, ഡയബറ്റീസ് അയച്ചിട്ട് നമുക്ക് ഒരു ഹോപ്പ് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വസീം അക്രം, നമ്മുടെ
ബൗളർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. 29ാമത്തെ വയസ്സിൽ ഡയബറ്റിക് ആയതാണ്. അതിനുശേഷമാണ് അദ്ദേഹം 250 വിക്കറ്റ് എടുത്തിട്ട് ലോക ക്രിക്കറ്റിൽ തന്നെ റെക്കോർഡ് ഇട്ടത്. ഇപ്പോഴും ഇൻസുലിൻ എടുത്തിട്ടാണ് അദ്ദേഹം കളിയും കാര്യങ്ങളുമായിട്ട് പോകുന്നത്. അപ്പോൾ ഡയബറ്റിസ് അയച്ചിട്ട് ഇനി ഒന്നുമില്ലല്ലോ, കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഹെൽത്ത്, ഡയബറ്റീസിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൊല്ലങ്ങളായിട്ട് പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 30-40 വർഷമായി ഡയബറ്റീസ് കൃത്യമായി കൺട്രോൾ ചെയ്ത് കാര്യങ്ങളും എല്ലാം മര്യാദയ്ക്ക് നോക്കി ചിട്ടയായ ജീവിതം നയിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.